ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഇന്ന് ബൈബിളിലെ രണ്ടുപേരുടെ സംസാരിക്കുന്ന രക്തത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒന്നാമത്തെ രക്തം ഹാബേലിന്റെ രക്തം. ഈ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന രക്തം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ആദ്യ മാതാപിതാക്കളായ ആദമിനും ഹവ്വായ്ക്കും 2 മക്കൾ ജനിക്കുന്നു. ഒന്നാമൻ കയീൻ, രണ്ടാമൻ ഹാബേൽ. ഇവർ രണ്ടുപേരും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുവാൻ തീരുമാനിക്കുന്നു. ആ കാലത്ത് ഊനമില്ലാത്ത മൃഗത്തെയാണ് യാഗം കഴിച്ചിരുന്നത്. എന്നാൽ കയീൻ കർഷകനായിരുന്നതുകൊണ്ട് തന്റെ കൃഷിഫലത്തിൽ നിന്നും നല്ലത് വഴിപാട് കഴിച്ചു. ഹാബേലോ ഊനമില്ലാത്ത ആട്ടുകൊറ്റനെ വഴിപാട് കഴിച്ചു. യഹോവ കയീന്റെ വഴിപാടിൽ പ്രസാദിക്കാതെ ഹാബേലിന്റെ വഴിപാടിൽ പ്രസാദിച്ചു. ഇത് കയീന് ഹാബേലിൽ വിരോധം ജനിപ്പിച്ചു. കയീൻ തന്റെ അനുജനായ ഹാബേലിനെ വയലിൽ വിളിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അതിന് യഹോവ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞു. ഹാബേലിന്റെ രക്തം തന്റെ ജ്യേഷ്ഠനോട് പ്രതികാരത്തിനായി നിലവിളിക്കുന്നു. ലൂക്കോസ് 11:50-51 വാക്യങ്ങൾ. ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സക്കറിയാവിന്റെ രക്തം വരെ ലോക സ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോടെ ചോദിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ കാരണം കൂടാതെ ചൊരിയപ്പെട്ട എല്ലാ രക്തവും പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ വേറൊരുവന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാം വചനം. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. മനുഷ്യരാൽ ക്രൂശിക്കപ്പെട്ട് ക്രൂശിൽ കിടന്നപ്പോൾ പോലും താൻ പിതാവിനോട് ഇപ്രകാരം അപേക്ഷിച്ചു. ലൂക്കോസ് 23:34. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഒരുവന്റെ രക്തം സഹോദരനോട് പ്രതികാരം ചെയ്യുവാൻ നിലവിളിക്കുമ്പോൾ മറ്റൊരു രക്തം നമ്മുടെ അകൃത്യവും പാപവും നമ്മോട് ക്ഷമിക്കുന്ന രക്തം. മത്തായി 26:28 യേശു പറഞ്ഞു, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. ഈ രക്തം നമ്മുടെ പാപം മോചിക്കുന്ന രക്തം. റോമർ 5:9. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നമ്മെ നീതീകരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-5. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നമുക്ക് സൗഖ്യം തരുന്ന യേശുക്രിസ്തുവിന്റെ രക്തം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വചനം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. നമ്മെ അതിക്രമത്തിൽ നിന്നും മോചിപ്പിച്ച് വീണ്ടെടുക്കുന്ന രക്തം. വെളിപ്പാട് പുസ്തകം 12:11. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. നമ്മെ ജയിക്കുവാൻ സഹായിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 13-ാം വചനം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. പിതാവിൽ നിന്ന് അകന്നുപോയ നമ്മെ പിതാവിനോട് അടുപ്പിക്കുന്ന രക്തം. ഈ രക്തം എന്നും നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന രക്തമത്രേ. ഈ ഭൂമിയിൽ വെച്ച് ഏത് കാരണത്താലും ആരെയും കൊല്ലുവാൻ നമുക്ക് അധികാരമില്ല. അങ്ങനെ ചെയ്താൽ ആ രക്തം നമ്മോട് പ്രതികാരം ചെയ്യേണ്ടതിന് ദൈവത്തോട് നിലവിളിക്കും. അല്ലാതെ ആരെയെങ്കിലും കൊന്നാൽ മോക്ഷം കിട്ടുകയില്ല. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി എന്നും പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാം. ഇതിനായി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.